ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നല്ല ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള നല്ലൊരു ചെമ്മീൻ അച്ചാറാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചോറിൻ്റെ കൂടെയും ബിരിയാണിയുടെയൊക്കെ കൂടെ അടിപൊളി കോമ്പിനേഷൻ അല്ലേ. അപ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കും അച്ചാർ വളരെ ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ചെമ്മീൻ അച്ചാറാണെങ്കിൽ ഇത്തിരി കൂടി ഇഷ്ടം കൂടും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതൊരു 3/4 കിലോയോളം വരും. അപ്പോൾ ചെറിയ ചെമ്മീനാണ് അച്ചാറിടാൻ നല്ലതെന്നാണ് പറയുന്നത്. പക്ഷെ നമുക്കിപ്പോൾ ചെമ്മീൻ വലുതാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ഒന്ന് തയ്യാറാക്കി എടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളൊക്കെ പുരട്ടി വെക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് പുരട്ടി വയ്ക്കാം. മസാല എല്ലായിടത്തേക്കും പുരട്ടി നമ്മൾ മൂടി മാറ്റി വയ്ക്കാം. 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 10-15 അല്ലി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചിയുടെ കഷ്ണം അതും നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, കറിവേപ്പില. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കുന്നത് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും 2.5 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതുപോലെ ഒരു ചെറിയ ഗ്ലാസ്സിന് 1 ഗ്ലാസ് വിനാഗിരിയും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിരിപ്പുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചൂടായതിന് ശേഷം നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന പ്രൗൺസ് എല്ലാം ഇതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. 2 പ്രാവശ്യമായിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മൾ ഈ എണ്ണയിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഫ്ലെയിം തീരെ കുറച്ച് വെക്കേണ്ട, മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ബാക്കിയുള്ളത് കൂടി ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം. എല്ലാം ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മറ്റൊരു പാനിൽ കുറച്ച് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അച്ചാറിന് എപ്പോഴും നല്ലെണ്ണ എടുക്കുമായിരിക്കും നല്ലത്. അപ്പോൾ അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുകും ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളകിന് അധികം എരിവില്ലാത്തതാണ്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റി എടുത്തതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം തീരെ കുറച്ച് തന്നെ വെക്കണം. ഈ പൊടി കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ പൊടിയെല്ലാം കൂടി കുറച്ച് വെള്ളത്തിൽ കുഴച്ചെടുത്തിട്ട് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്നതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. ഇതെല്ലാം നന്നായിട്ട് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന വിനാഗിരി കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ആദ്യം കുറച്ചാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ 1 ഗ്ലാസ് ഫുള്ളായിട്ട് ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം.
വിനാഗിരി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു അര ഗ്ലാസ് ചൂടുവെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. കാരണം ഇത്തിരി ചാറ് ഇവിടെ വേണം, അതുകൊണ്ടാണ്. ഒത്തിരി ഡ്രൈ ആയിരിക്കുന്നതിനേക്കാളും ഇവിടെ ഇഷ്ടം ഇത്തിരി ചാറോടുകൂടി ചോറിൽ പുരട്ടിയൊക്കെ കഴിക്കാൻ പാകത്തിന്. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ഒത്തിരി അങ്ങ് തീ കൂട്ടി വെക്കരുത്, കുറച്ച് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പ്രൗൺസ് കൂടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ ചാറൊക്കെ പാകത്തിനായിക്കോളും. ഇപ്പം എല്ലാം ഉപ്പും പുളിയും എല്ലാം പാകത്തിനുണ്ട്. പിന്നെ അത് ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.